വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂട്രോപ്പിക് ഏജൻസും സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസുമാണ്. സോ ബേസിക്കലി നമുക്ക് ന്യൂട്രോപ്പിക്സ് ഏജൻസ് നമുക്ക് സിലബസിൽ പറയുന്നില്ല, പക്ഷേ എന്താണ് സംഭവം എന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. സോ ന്യൂട്രോപ്പിക് ഏജന്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്മാർട്ട് ഡ്രഗ്സ് എന്നാ പറയുക. നമ്മുടെ ലേണിംഗ്, ഇന്റലിജൻസ്, IQ ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഡ്രഗ്സ് ആണ്. സോ ഇത്രയും മാത്രം അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, അല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നും നോക്കി നിൽക്കാനായിട്ട് നിൽക്കണ്ട. ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, സ്മാർട്ട് ഡ്രഗ്സ് എന്നാ പറയുക. സോ ലേണിംഗ്, മെമ്മറി, തിങ്കിങ്ങിനൊക്കെ സഹായിക്കുന്ന ഡ്രഗ്സ് ആണ്. സോ കോളിനർജിക് ആക്ടിവേറ്റേഴ്സും ഉണ്ട്, ഡോപ്പമർജിക്കും ഉണ്ട്, ആൻഡ് സെറാട്ടോണർജിക്കും ഉണ്ട് കേട്ടോ. 3 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഞാൻ ഫർദറിൽ അതിനെപ്പറ്റി ഒന്നും പഠിപ്പിക്കുന്നില്ല, കാര്യം അത് നമുക്ക് സിലബസിൽ അങ്ങനെ മെൻഷൻഡ് അല്ല. പക്ഷേ CNSന് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ് ആണ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ബേസിക്കലി എന്താണ് സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ്? സോ മസിൽ റിലാക്സേഷൻ്റെ ആവശ്യം എന്താണ്? എപ്പോഴൊക്കെ ആവശ്യമുള്ളത്? എപ്പോഴും വേണം വേണ്ട അല്ലേ? ഒരു സർജറി ചെയ്യുമ്പോഴോ, ഒരു ഉടക്ക് വരുമ്പോഴോ, ഉളുക്കുമ്പോഴൊക്കെ നമുക്ക് ഒന്ന് മസിൽ റിലാക്സ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ? സോ നമ്മൾ ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് മസിൽ ടോൺ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യം കേട്ടോ. അത് മാത്രമല്ല, മസിൽ സ്പാസം ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതും അത്യാവശ്യം തന്നെയാണ്. ഓൾട്ടർനേറ്റീവ് നെയിം ഉണ്ട്, സ്പാസ്മോലൈറ്റിക്. സോ നാളെ നിങ്ങൾ സ്പാസ്മോലൈറ്റിക് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ദാറ്റ്സ് കോൾഡ് എന്താണ്? മസിൽ റിലാക്സന്റ് ആണ്. സ്പാസ്മോലൈറ്റിക് ഈസ് ഓൾസോ കോൾഡ് ആസ് മസിൽ റിലാക്സന്റ്. സോ ആക്ഷൻ പറയുവാണെങ്കിൽ ബേസിക്കലി നമ്മുടെ മസിൽ ടോൺ കുറയ്ക്കുകയാണല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. സെറിബ്രോ സ്പൈനൽ ആക്സിസ്, നമ്മുടെ സെറിബ്രോ സ്പൈനൽ ആക്സിസിലാണ് പോയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഒരു പ്രശ്നമില്ല, നമുക്ക് നല്ല ബോധം ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി CNSലാണ് പഠിക്കുന്നത്. അപ്പോൾ CNS പഠിക്കുന്ന എല്ലാം പറയുന്നുണ്ട് കോൺഷ്യസ്നെസ് ചിലത് ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കോൺഷ്യസ്നെസ്സിന് ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് നല്ല കൂളായിട്ട് ഡ്രഗ്സ് എടുക്കാനായിട്ട് പറ്റും. സോ ടാർഗറ്റ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്ട്രെച്ചിങ് വരുന്ന സമയത്ത്, മസിൽ സ്പാസം വരുമ്പോൾ, മസിൽ വീക്ക്നെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഡ്രഗ് കഴിക്കാം എന്നുള്ളതാണ്. സോ മസിൽ റിലാക്സൻ്റ് ആണ്, മസിൽ ടോൺ കുറയ്ക്കുക എന്നുള്ളതാണ്. സ്പാസ്മോലൈറ്റിക് എന്ന് പറയും. ആൻഡ് സെറിബ്രോ സ്പൈനൽ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത് വിത്തൗട്ട് ഓൾട്ടറിങ് ദി കോൺഷ്യസ്നെസ്. ഓക്കെ അല്ലേ? സോ ക്ലാസിഫിക്കേഷൻ ഓഫ് മസിൽ റിലാക്സൻസാണ് പറയാൻ പോകുന്നത്. സോ ഇതിലെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, ഒരൊറ്റെണ്ണം മാത്രം പഠിക്കാനുള്ളൂ. ബാർബിറ്റുറേറ്റ്സ്, ഫിനോബാർബിറ്റോൺ, ബെൻസോഡൈസെപ്പിൻ, ഡൈസെപ്പാം, ഗാബ ഡെറിവേറ്റീവ് ബെക്ലോഫെൻ, ആൻഡ് മെഫെൻസിൻ കൊഗ്നേസ് ഉണ്ട്, ആൻഡ് മെഫെനസിൻ, ആൻഡ് മെപ്രോബ്രൊമേറ്റ്, ആൻഡ് ക്ലോർമെസനോൺ ആണുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 3 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചാണ് ഡ്രഗ്സുകൾ നിങ്ങൾക്ക് അറിയാം, മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയാം. ഇതുകൊണ്ടാണ് പലതിൽ നമ്മൾ 1-2 ഡ്രഗ്സുകൾ മാത്രം വെക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? മറ്റുള്ളത് നമ്മൾ പഠിക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ എങ്ങനെയാണ് സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈ CNS ഡിപ്രഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ CNSനെ ഡിപ്രസ് ചെയ്യുക, അങ്ങനെ നമുക്ക് മസിൽ റിലാക്ഷൻ തരിക, ആൻഡ് മസിൽ സ്പാസം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തത് എക്സൈറ്റേറ്ററി പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യുക ആൻഡ് എൻഹാൻസ് ദ ഇൻഹിബിറ്ററി പാത്വേ. 2 പാത്വേ ഉണ്ട്, എക്സൈറ്റേറ്ററി പാത്വേയും ഉണ്ട്, ഇൻഹിബിറ്ററി പാത്വേയും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനെയും, ഒന്നിന് എക്സൈറ്റേറ്ററിനെ കുറയ്ക്കുകയും വേണം, ഇൻഹിബിറ്ററിനെ കൂട്ടുകയും വേണം. സോ എക്സൈറ്റേറ്ററി ആണ് കൂട്ടുന്നതെങ്കിൽ അവിടെ മസിൽ ടോൺ കുറയ്ക്കുകയും ഇൻവോളണ്ടറി കൺട്രാക്ഷൻ, നമ്മൾ പോലും അറിയാം നമ്മുടെ മസിൽസ് കൺട്രാക്ട് ആവില്ലേ, അതൊക്കെ നമുക്ക് കുറച്ച് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കാറുണ്ട്. ആൻഡ് ഇൻഹിബിറ്ററി പാത്വേ ആണെന്നുണ്ടെങ്കിൽ ഗാബാനർജിക് ആക്ടിവിറ്റിയെ കൂട്ടുകയാണ് ചെയ്യുക. എന്ത് ചെയ്യുന്നു? ഗാബാനർജിക് ആക്ടിവിറ്റി കൂട്ടുകയും അങ്ങനെ എന്തു ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി ഉണ്ടാക്കുന്നു. ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി കൂട്ടിക്കൊണ്ട് ഗാബാനർജിക് ആക്ടിവിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയാണ് ഇൻഹിബിറ്ററി പാത്വേ. അപ്പോൾ CNS ഡിപ്രഷൻ, എക്സൈറ്റേറ്ററി പാത്വേ ആൻഡ് ഇൻഹിബിറ്ററി പാത്വേ. എളുപ്പമല്ലേ? ഒന്നുമില്ല അല്ലേ? സോ കോമൺലി സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ് ആണ് ബെക്ലോഫെൻ ഉള്ളത്. ബെക്ലോഫെൻ എന്ന് പറയുന്നത് ഗാബ ബി റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ആൻഡ് സൈക്ലോ ബെൻസാപ്രിൻ ഉണ്ട്. സോ ബേസിക്കലി അത് ടോണിക് സൊമാറ്റിക് മോട്ടോർ ആക്ടിവിറ്റി കുറയ്ക്കുന്നു. ഒന്നും കൂടെ പറയാം, ടോണിക് സൊമാറ്റിക് മോട്ടോർ ആക്ടിവിറ്റി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ടൈസിനഡൈൻ ആണ്. സോ ബേസിക്കലി α2 അഡ്രനർജിക് അഗോണിസ്റ്റ് ആണ്. എന്താണ്? α2 അഡ്രനർജിക് അഗോണിസ്റ്റ് ആണ്. നമ്മുടെ സ്പൈനൽ കോഡിലെ സിനാപ്റ്റിക് ട്രാൻസ്മിഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സ്പൈനൽ കോഡിലെ സിനാപ്റ്റിക് ട്രാൻസ്മിഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബെക്ലോഫെൻ, ഗാബ ബി, പേര് പോലെ തന്നെ ബി ഉണ്ട് കേട്ടോ, ഗാബ ബി, ആൻഡ് സൈക്ലോ ബെൻസാപ്രിൻ ഉണ്ട്, സൊമാറ്റിക് മോട്ടോർ ആക്ടിവിറ്റി കുറയ്ക്കുന്നു, ആൻഡ് ടൈസാനഡിൻ ഉണ്ട്, α2 അഡ്രനർജിക് അഗോണിസ്റ്റ് ആണ്. സ്പൈനൽ കോഡിന്റെ സിനാപ്റ്റിക് ട്രാൻസ്മിഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ്, ഒന്ന് മനസ്സിലെത്തി പഠിച്ചാൽ മതി.
സോ ഡോസേജ് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് മാത്രം നോക്കുക. ബെക്ലോഫോൺ 5 mg ആണ്, സൈക്ലോബെൻസാപ്രിൻ 5 to 10 mg ആൻഡ് ടെസിനഡിൻ ആണെങ്കിൽ 2 to 3 weeks 2 mg അപ് ടു 3 times നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. സോ 2-3 ഡോസ് നോക്കി വെച്ച് നന്നായിരിക്കും. സോ ഇൻഡിക്കേഷൻ ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആ പറയാൻ പോകുന്നത്. സോ നമുക്ക് എന്തിനാ കൊടുക്കാം, നമുക്ക് ഓൾറെഡി അറിയാം എന്തിനാ കൊടുക്കാന്ന് അറിയാം അല്ലേ. മസിൽ സ്പാസം ആൻഡ് മസ്കുലോസ്കെലറ്റൽ കണ്ടീഷന് കൊടുക്കാൻ പറ്റും. സ്പാസം ലൈക് സ്പൈനൽ കോഡ് ഇഞ്ചുറി, മൾട്ടിപ്പിൾ സ്ക്ലിയറോസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാം ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻ എപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഒന്ന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഈ പറഞ്ഞ കോമ്പൗണ്ടുകൾ, ഈ പറഞ്ഞ 3 ഡ്രഗ്സിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ലിവർ ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ, ലിവർ അടിച്ചു പോയതൊക്കെയാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. റീനൽ ഇമ്പയർമെന്റ്, കിഡ്നി അടിച്ചു പോകാൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല MAO ഇൻഹിബിറ്റേഴ്സ് ഇല്ലേ, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല, ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നൻസി ലാക്ടേഷൻ, അമ്മയും കുഞ്ഞുമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുല കൂട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ മസിൽ റിലാക്സൻസ് എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സ്പാസ്മോലൈറ്റിക് എന്ന് പറയാറുണ്ട്, മസിൽ സ്പാസം കുറക്കുന്നു എന്നുള്ളതാണ്. ടാർഗറ്റ് എന്താണ്, മസിൽ വീക്ക്നെസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ബാർബിറ്റുറിൽ ബെൻസോഡാസെപ്പിൻ ഗാബ ഡെറിവേറ്റീവ് ആണുള്ളത് നമുക്കുള്ളത്. മസിൽ റിലാക്സൻ, CNS ഡിപ്രസൻ, എക്സൈറ്ററി പാത്വേന്റെ ഇൻഹിബിഷൻ ആൻഡ് ഇൻഹിബിറ്ററി പാത്വേന്റെ എൻഹാൻസ്മെന്റ്. ഇത്രയല്ലേ ഉള്ളൂ, അതൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ CNS ഫുള്ളി തീർന്നു, ഒന്നുമില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.